കഴിഞ്ഞ ജൂണിലാണ് ഇന്ത്യയിലെ സ്വകാര്യ ടെലികോം ഓപ്പറേറ്റർമാർ അവരുടെ താരിഫ് വർദ്ധിപ്പിക്കുന്നത്. ആദ്യം ജിയോ വർദ്ധിപ്പിച്ചു, തൊട്ടു പിന്നാലെ എയർടെലും വർദ്ധിപ്പിച്ചു, പിന്നെ ഏറ്റവും അവസാനം മൂന്നാമത്തെ സ്വകാര്യ പ്രൊവൈഡറായിട്ടുള്ള വോഡാഫോൺ ഐഡിയയും അവരുടെ താരിഫ് വർദ്ധിപ്പിച്ചു. താരിഫ് വർദ്ധിപ്പിച്ചതിന് ശേഷം പിന്നെ കണ്ട കാര്യം എല്ലാവരും ഈ മൂന്ന് സ്വകാര്യ ഓപ്പറേറ്റർമാരെ വിട്ടുപോകുന്നതാണ്. വിട്ടുപോയതിനു ശേഷം തിരിച്ച് പൊതുമേഖലാ ഓപ്പറേറ്ററായിട്ടുള്ള BSNL തിരിച്ചു വരുന്ന ദൃശ്യമാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം പിന്നെ പുതിയ വാർത്തകൾ പുറത്തു വന്നു. ടാറ്റയുമായി ചേർന്ന് BSNL പുതിയ പ്രോജക്റ്റ് വരുന്നു, 5G പ്രോജക്റ്റ് വരുന്നു. അതുകൂടി കേട്ടപ്പോഴത്തേക്കും കൂടുതൽ ആളുകൾ ജിയോ, എയർടെൽ, വോഡാഫോൺ ഐഡിയ എന്നീ സ്വകാര്യ ഓപ്പറേറ്റർമാരെ വിട്ടിട്ട് തിരികെ BSNL വരികയാണ് ചെയ്തത്. അത് വലിയ രീതിയിൽ BSNL അവരുടെ സബ്സ്ക്രൈബർമാരുടെ എണ്ണം കൂട്ടുന്നതിന് സഹായമാവുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ പുതിയൊരു വാർത്ത കൂടി പുറത്തു വന്നിരിക്കുകയാണ്. 1 കോടിയോളം പേർ ഈ മൂന്ന് സ്വകാര്യ ഓപ്പറേറ്റർമാരിൽ നിന്ന് പുറമോട്ട് പോയി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത പരിശോധിക്കുമ്പോഴത്തേക്കും പൊതുമേഖലാ സ്ഥാപനമായ BSNL കുതിപ്പിൽ സ്വകാര്യ ടെലികോം കമ്പനികളെ റിലയൻസ് ജിയോ, ഭാരതി എയർടെൽ, വോഡാഫോൺ ഐഡിയ എന്നിവയ്ക്ക് ഒരു മാസത്തിനുള്ളിൽ നഷ്ടമായത് 1 കോടിയിലധികം ഉപഭോക്താക്കളാണ്. സെപ്റ്റംബർ മാസത്തെ കണക്ക് പ്രകാരം 3 കമ്പനികൾക്ക് 1 കോടി ഉപഭോക്താക്കളെ നഷ്ടമായപ്പോൾ BSNL പുതിയ എത്തിയത് 8.5 ലക്ഷം ഉപഭോക്താക്കളാണെന്ന് കണക്കുകൾ പറയുന്നു. ഈ സംബന്ധിച്ച കണക്കുകൾ ട്രായ് ആണ് പുറത്തുവിട്ടത്. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ട്രായ് ആണ് പുറത്തുവിട്ടത്. ഏറ്റവും കൂടുതൽ ഉപഭോക്താക്കൾ തങ്ങളുടെ ബന്ധം ഉപേക്ഷിച്ചത് ജിയോയുമായിട്ടാണ്. ഏകദേശം 80 ലക്ഷത്തോളം മൊബൈൽ വരിക്കാരെയാണ് ജിയോക്ക് നഷ്ടമായത്. എയർടെലിന് 14 ലക്ഷവും വോഡാഫോൺ ഐഡിയക്ക് 15 ലക്ഷത്തോളം കണക്ഷനുമാണ് നഷ്ടമായത്. അതേസമയം BSNL ഏകദേശം 9 ലക്ഷത്തോളം പുതിയ കണക്ഷനുകൾ എത്തിയെന്നും ട്രായുടെ റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 1 കോടി 10 ലക്ഷത്തോളം സബ്സ്ക്രൈബർമാർ ഈ മൂന്ന് സ്വകാര്യ ഓപ്പറേറ്റർമാർക്ക് നഷ്ടമായി. അതേസമയം പയ്യെ BSNL പഴയ പ്രതാപകാലത്തേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 10 ലക്ഷത്തോളം പുതിയ സബ്സ്ക്രൈബർമാർ എത്തിയിരിക്കുകയാണ്. അത് സെപ്റ്റംബർ മാസത്തിൽ മാത്രമാണ്. ഓഗസ്റ്റ് മാസത്തിലും ഏകദേശം ഇതേപോലെ തന്നെ സബ്സ്ക്രൈബർമാർ തിരിച്ചെത്തിയിരുന്നു. ഓഗസ്റ്റ് മാസം തൊട്ട് ജൂൺ അവസാനമാണ് ജിയോയും എയർടെലും വോഡാഫോൺ ഐഡിയയും അവരുടെ താരിഫ് വർദ്ധിപ്പിച്ചത്. അതിനുശേഷം പിന്നെ ഓരോ മാസമായിട്ട് സബ്സ്ക്രൈബർമാരുടെ എണ്ണം, മൊബൈൽ വരിക്കാരുടെ എണ്ണം 3 സ്വകാര്യ കമ്പനികൾക്കും കുറഞ്ഞു വരികയാണ്. അതേസമയം പൊതുമേഖലാ സ്ഥാപനമായ BSNL പയ്യെ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അതും ഇതുവരെ 5G പൂർണ്ണമായിട്ടും ഓപ്പറേഷനിലായിട്ടില്ലാത്ത ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് BSNL ഓർക്കാം. ആ സമയത്താണ് ആളുകൾ ജിയോയെയും എയർടെലിനെയും വോഡാഫോൺ ഐഡിയയും വിട്ടിട്ട് BSNL എത്തുന്നത്. മാത്രമല്ല ജിയോയുടെ വയർലെസ് വരിക്കാരുടെ എണ്ണം ഇപ്പോൾ 46.37 കോടിയാണ്. എയർടെലിൻ്റേത് 38.34 കോടിയാണ്. വോഡാഫോൺ ഐഡിയയുടേത് 21.24 കോടിയുമാണ്. BSNL 9.18 കോടി മാത്രമാണ്. ഒരു സമയത്ത് BSNL ആയിരുന്നു ഇന്ത്യയിൽ ഒന്നാമത്. പിന്നെ ജിയോ എങ്ങനെ ഒന്നാമതെത്തിയെന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയുന്ന കഥ തന്നെയാണ്. ആ സമയത്തും BSNL പിടിച്ചു നിന്നു എന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. BSNL തകർക്കാൻ വേണ്ടി ഒരുപാട് ശ്രമം നടത്തിയെങ്കിലും BSNL പിടിച്ചു നിന്നു. പൊതുമേഖലാ സ്ഥാപനം BSNL പിടിച്ചു നിന്നു. മാത്രമല്ല സ്വകാര്യ മേഖലയിലേക്ക് കൊണ്ടുപോകുന്ന വരെ വാർത്ത ഉണ്ടായിരുന്നു, പക്ഷേ കൊണ്ടുപോയില്ല. ആ സമയത്തും ശക്തമായിട്ട് BSNL പിടിച്ചിരിക്കുകയാണ്. ഇപ്പോഴും 10 കോടിയോളം വരിക്കാർ ഇപ്പോഴും BSNL ഉണ്ട്. പക്ഷേ ബാക്കിയുള്ള 3 പേരെ പരിശോധിച്ച് നോക്കുമ്പോഴത്തേക്കും അത് വളരെ കൂടുതലാണ്. BSNL ഇരട്ടി വോഡാഫോൺ ഐഡിയക്കുണ്ട്, 3 ഇരട്ടി എയർടെലിനുണ്ട്, BSNL 4.5 ഇരട്ടിയോളം റിലയൻസ് ജിയോയ്ക്കുമുണ്ട്. പക്ഷേ ജൂലൈയിൽ 3 സ്വകാര്യ കമ്പനികൾ താരിഫ് 10 മുതൽ 27% വരെ വർദ്ധിപ്പിച്ച് അതിനുശേഷം പിന്നെ പയ്യെ മുന്നോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല 5G ടെസ്റ്റിങ്ങിലോട്ട് കടന്നിരിക്കുകയാണ് BSNL. 5G എത്തുകയാണെങ്കിൽ BSNL വേണമെങ്കിൽ ഇതേ നിരക്കുകൾ പിന്തുടരുകയാണെങ്കിൽ വേണമെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ജിയോയെയും എയർടെലിനെയും വോഡാഫോൺ ഐഡിയയും 3 പേരെ മലർത്തിയടിച്ചിട്ട് 1ാം സ്ഥാനത്തേക്ക് BSNL കയറാൻ കഴിയും. അത്രമാത്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് BSNL എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അത് ആത്മാർത്ഥത അവർ കാണിക്കുമോ എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ നിലവിലത്തെ രീതിയിൽ BSNLൻ്റെ മേധാവിയായിട്ടുള്ള റോബർട്ട് രവി മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യം വെച്ചാൽ ഞങ്ങൾ ഇനി സമീപഭാവിയിൽ ഒരിക്കലും താരിഫ് വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ്. ഇതേ താരിഫായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് BSNL തീരുമാനിച്ചിട്ടുള്ളത്. താരിഫ് വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വന്നിട്ടുള്ള സബ്സ്ക്രൈബർമാർ എന്തായാലും പോകാൻ സാധ്യതയില്ലെന്നാണ് പറയുന്നത്. മാത്രമല്ല ബ്രോഡ്ബാൻഡ് വരിക്കാരുടെ എണ്ണം കൂടി വർദ്ധിച്ചു എന്നാണ് ഇപ്പോൾ പറയുന്നത്. ജിയോയ്ക്കാളും അതിനകത്തും ജിയോ തന്നെയാണ് മുന്നിലുള്ളത്. വോഡാഫോൺ ഐഡിയയാണ് 2ാം സ്ഥാനത്ത്. BSNL ആ പട്ടികയിൽ 3.7 കോടി വരിക്കാറുമായിട്ട് 4ാമതാണ്. അതിൽ റിലയൻസ് ജിയോ തന്നെയാണ് മുന്നിൽ. അതിൽ റിലയൻസ് ബ്രോഡ്ബാൻഡിനകത്ത് റിലയൻസ് ജിയോ ഇതുവരെ താരിഫ് വർദ്ധിപ്പിച്ചിട്ടില്ല. ഏറ്റവും കുറവ് താരിഫുള്ളത് റിലയൻസ് ജിയോയ്ക്കാണ്. അതുകൊണ്ട് തന്നെ അവരായിരിക്കും മുന്നിലുള്ള കാര്യം വ്യക്തമാണ്. അതിനകത്ത് ഇനി ഇതുപോലെ തന്നെ വയർലെസ്സിനകത്തുള്ള പോലെ തന്നെ എപ്പോഴാണ് താരിഫ് വർദ്ധിപ്പിക്കുക എന്നാണ് ഈ ശ്രദ്ധേയമായ കാര്യം. എന്തായാലും
ജിയോ താരിഫ് വർദ്ധിപ്പിച്ചതോടെ ഒരുപാട് പേരാണ് ജിയോ വിട്ട് പോകുന്നത്. സാധാരണ നമുക്ക് ശ്രദ്ധേയമായ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ജിയോ വന്ന സമയത്ത് എല്ലാവരും ഡ്യുവൽ സിം ഫോണുകളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ BSNL ഒരു സിമ്മും പിന്നെ ജിയോയുടെ ഒരു സിമ്മുമാണ് എല്ലാവരും എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പലരും ജിയോ ഉപേക്ഷിച്ച് ഒറ്റ സിമ്മിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന കാര്യമാണ് ശ്രദ്ധേയമായ കാര്യം. എന്തായാലും താരിഫ് വർധനയ്ക്ക് ശേഷം 3 സ്വകാര്യ ഓപ്പറേറ്റർമാരും വലിയ തിരിച്ചടിയാണ് നേരിടുന്നത്. അതേസമയത്ത് പൊതുമേഖലാ ഓപ്പറേറ്ററായ BSNL മുന്നോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്.